നമസ്കാരം. സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനധികൃതമായി ഉൽപ്പന്നങ്ങൾ കടത്താൻ ഏറ്റവും എളുപ്പം അതിർത്തി കടന്നു വരുന്ന ലോറികളാണ്. പച്ചക്കറികളുടെ ഇടയിലും ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിലേക്കോ അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കോ ചരക്കുമായിട്ട് പോകുന്ന ലോറികളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കടത്തും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു കോഴിപ്പണങ്ങളായിരുന്നാലും ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകളും കഞ്ചാവും ഉൾപ്പെടെ കടത്താൻ പറ്റുന്ന ഏറ്റവും മാർഗം ചെക്ക് പോസ്റ്റുകളിൽ നിന്നും വരുന്ന ലോറികളാണ്. ഇതിന് ലോറി ഡ്രൈവർമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി അഥവാ പെറ്റികൾ വാങ്ങിക്കുന്നത് തടയാൻ രൂപീകരിച്ച ഗ്രൂപ്പുകളാണ് ഇപ്പോൾ കോഡ് ഭാഷയിൽ ലഹരികൾ ഒഴിക്കാൻ ഡ്രൈവർമാർ തന്നെ ഇപ്പോൾ ഒരു ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ചെക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ ആ ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു 500 രൂപ 1000 രൂപയൊക്കെ കൈക്കൂലികൾ കൊടുക്കണം. നോട്ടുകെട്ടുകൾ കൈക്കൂലി കൊടുത്താൽ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതിനുവേണ്ടി തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് അതിൽ കൂടെ ലഹരി ഉപയോഗം ഒരു ബിസിനസ്സായിട്ട് ലോറി ഡ്രൈവർമാർ ഇപ്പോൾ നടത്തുന്നത്. ചെക്ക് പോസ്റ്റിലേക്ക് പണം വാരിയെറിയുമ്പോൾ പോലീസ് പോലും നിയമത്തെ നോക്കി കണ്ണടയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് വേഷം മാറി വന്ന മിന്നൽ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ചെക്ക് പോസ്റ്റിൽ ഇരുന്ന ഉദ്യോഗസ്ഥർ ഇറങ്ങി ഓടിയതും ലക്ഷങ്ങളുടെ കൈക്കൂലി ഫാനിന്റെ ലീഫിന്റെ മുകളിലും അതുപോലെ തന്നെ ടേബിളിന്റെ അടിയിലും അതുപോലെ തന്നെ പഴക്കുലകളും അതുപോലെ ഈ ഓരോ പച്ചക്കറികളും അടക്കം കൈക്കൂലിയായിട്ട് വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കിട്ടിയെന്ന് വിജിലൻസ് തന്നെ പുറത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇതൊക്കെ കൈക്കൂലിയായി ലോറി ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റിൽ വീശിയെറിയുന്നുണ്ട്. കൂടാതെ ഇതിലൂടെ കുഴൽപ്പണമടക്കം ഡ്രൈവർമാർ കടത്തുന്നുമുണ്ട്. നിലവിൽ സംസ്ഥാനത്തും അന്തർ സംസ്ഥാനങ്ങളിലും സർവീസ് നടത്തുന്ന വാഹന ഡ്രൈവർമാർ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ലഹരി പരിശോധനയടക്കം അട്ടിമറിക്കുകയാണ്. ഡ്രൈവർമാർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഓരോ കോഡ് ഭാഷ മുഖാന്തരമാണ് ആശയവിനിമയം നടത്തുന്നത്. അതായത് ഹൈവേ പോലീസാണ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്ക് നിൽക്കുന്നെങ്കിൽ നീലപ്പാമ്പ് എന്ന് ഉടനെ തന്നെ വാട്സപ്പിലേക്ക് ഒരു ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പോകും. ഇനി ഹൈവേ പോലീസിന് പകരം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് അഥവാ MVD ആണ് പരിശോധന നടത്തുന്നതെങ്കിൽ നമ്പർ 1 എന്ന കോഡ് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ പോവും. ഇതോടെ ആ ഗ്രൂപ്പിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ലോറി ഡ്രൈവർമാർക്ക് മനസ്സിലാകും ഇവിടെ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഹൈവേ പോലീസ് ഉണ്ട്. അതോടെ അവർ റൂട്ട് മാറ്റി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ടിപ്പർ ലോറി ഡ്രൈവർമാരും വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് നിരത്തുകളിൽ പരിശോധനകൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പെടും മുമ്പ് ആ വിവരം ഗ്രൂപ്പിലിടുന്നതോടെ എവിടെയൊക്കെയാണ് പരിശോധന എന്ന വിവരം കൃത്യമായി ലഭിക്കും. അതായത് ഈ കൃത്യമായ പരിശോധന ലോറി ഡ്രൈവർമാർക്ക് ലഭിക്കണമെങ്കിൽ ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവരുടെയൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ഈ ലോറി ഡ്രൈവർമാരെ വിളിച്ച് ആരെങ്കിലും ഒരാളെ വിളിച്ച് പറയും, ഇന്ന സ്ഥലത്ത് നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് MVD ഉദ്യോഗസ്ഥർ അഥവാ ഹൈവേ പോലീസ് ഉണ്ട്, ഇങ്ങനെ ഇന്ന സ്ഥലം കേന്ദ്രീകരിച്ച് നമ്മൾ പരിശോധന നടത്താനാണ് ഇന്ന് പദ്ധതി ഇടുന്നത് എന്നുള്ള ഒരു നിർദ്ദേശം, എന്നുള്ള ഒരു ക്ലൂ ഈ ലോറി ഡ്രൈവർമാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കൃത്യമായി ഓരോ വിവരങ്ങളും ഓരോ മിനിറ്റ് വെച്ച് കിട്ടുന്നത്. മയക്കുമരുന്ന് പരിശോധന അടക്കമുള്ള വിവരങ്ങളാണ് കൈമാറുന്നതിലേറെയും പരിശോധനാ വിവരങ്ങൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവർമാർക്കും ചോർത്തി കൊടുക്കുന്നുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ചോർത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ ലോറി ഡ്രൈവർമാർ മിക്കതും ലഹരിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഈ തട്ടിപ്പും നിയമവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ലോറി മുഖേന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തുക്കളുമായിട്ട് നമ്മുടെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി ചെക്ക് പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഓർക്കണം. ഇട്ടിരിക്കുന്ന യൂണിഫോം അതെങ്കിലും നിങ്ങൾ വില കൽപ്പിക്കണം. ഈ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ലോറികളുമായിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സ്ഫോടനം നടത്തിയാലോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഭീകരാക്രമണം നടത്തിയാലോ കുറേ പേർ മരിക്കും. അതായത് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഒട്ടനവധി ആളുകൾ കൊന്ന് ഒടുങ്ങും, ഒട്ടനവധി ആളുകൾ മരിക്കും. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലാതെ നടക്കുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യണം. അതാണ് ജനങ്ങളുടെ നികുതി പണം തന്ന് നിങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോമും വിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ യൂണിഫോമും തന്ന് ഒരു സർക്കാരിന്റെ തന്നെ വാഹനവും തന്ന് ചെക്ക് പോസ്റ്റിൽ ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ ലോറി ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്യാനല്ല. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. EduBix, online executive education.
ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.